വലിയ രീതിയിലുള്ള കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഉപ്പയുടെ ബിസിനസ്സും മറ്റുമായി ബന്ധപ്പെട്ട് അതായിരുന്നോ അതോ ഈ പ്രണയബന്ധം വീട്ടുകാർ നിരസിച്ചതിലുള്ള വൈരാഗ്യമായിരുന്നോ എന്തായിരുന്നോ എന്നൊന്നും ഇപ്പോഴും ഈ നാട്ടുകാർക്ക് അറിയില്ല. നേരത്തെ പോലീസ് സൂചിപ്പിച്ചതുപോലെ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞതുപോലെ, പക്ഷെ ഈ പ്രതി നേരത്തെ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ട നാട്ടുകാരില്ല. അത് സംബന്ധിച്ചൊന്നും ഇവർക്കാർക്കും ഒന്നും അറിയില്ല. പൊതുവെ അന്തർമുഖനായിട്ടുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നെങ്കിൽ കൂടി നാട്ടുകാരോട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു. വളരെ സൗമ്യനായി പെരുമാറുന്ന ഒരു കുട്ടിയായിരുന്നു, ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ ഇയാൾക്ക് എങ്ങനെയാണ് ഈ ക്രൂരകൃത്യം ചെയ്യാൻ കഴിഞ്ഞത് എന്ന് ഇവർക്കിപ്പോഴും അത് വലിയ ചോദ്യമായി തന്നെ തുടരുന്നു. ഒപ്പം തന്നെ ഈ അനിയനുമായുള്ള ബന്ധം, ഇപ്പോൾ നമ്മൾ ആ ചേതനയറ്റ ശരീരം, ആ കുട്ടിയുടെ ശരീരം കാണുമ്പോൾ അവർ തമ്മിൽ അത്രയധികം സ്നേഹമുണ്ടായിരുന്നു. ഈ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ എപ്പോഴും ഒന്നിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും ഒന്നിച്ചാണ് ഇവർ പള്ളിയിൽ പോകാറുണ്ടായിരുന്നത് എന്ന് നമ്മുടെ സമീപവാസികൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതാണ്. എപ്പോഴും ഒന്നിച്ച് അന്ന് അവസാനമായി ഇന്നലെ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉൾപ്പെടെ വാങ്ങിക്കൊടുത്ത ജ്യേഷ്ഠനാണ്. പക്ഷെ എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്? എന്തിന് ഈ അഫാൻ ഇത്ര ഒരു ക്രൂര കൃത്യം ചെയ്തു? സ്വന്തം അനിയനെയും ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു, അനിയനെ കൊല്ലുന്നു, സ്നേഹിച്ച് കൂടെ ഇറങ്ങി വന്ന പെൺകുട്ടിയെ കൊല്ലുന്നു. എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള കാരണം? എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയധികം പൈശാചികമായി പെരുമാറാൻ സാധിക്കുന്നത് എന്നൊന്നും ഇവർക്ക്, ഈ നാട്ടുകാർക്ക് ഇപ്പോഴും അറിയില്ല. പലപ്പോഴും നമ്മൾ വാർത്തകളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കേട്ടറിഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്രൂരകൃത്യം തങ്ങളുടെ നാട്ടിൽ നടന്നതിന്റെ നടുക്കത്തിലാണ് ഇപ്പോഴും ഇവർ ഉള്ളത്. ഇന്നലെ വൈകിട്ട് കൊലപാതകങ്ങൾ, ഈ പ്രതി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ പോലും ഈ തൊട്ടടുത്ത വീട്ടിൽ ഈ ഉമ്മ ഷമീമ മരണത്തോട് മല്ലടിക്കുമ്പോൾ പോലും ഇവരാരും ഒന്നും അറിഞ്ഞിരുന്നില്ല. ഈ 13കാരൻ ഇവിടെ മരിച്ചു വീഴുമ്പോഴൊന്നും ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ഒന്നും അറിഞ്ഞിരുന്നില്ല. അവസാനം അഫാൻ തന്നെ പോലീസിൽ ചെന്ന് കീഴടങ്ങുന്നു. താൻ 6 പേരെ കൊന്നിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് കീഴടങ്ങുമ്പോൾ പോലീസ് സംഘം ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് നാട്ടുകാരും പ്രദേശവാസികളും ഉൾപ്പെടെ അറിയുന്നത്. അപ്പോഴും ആ വീട്ടിലേക്ക് ആദ്യഘട്ടത്തിൽ കയറാൻ പോലും സാധിച്ചിരുന്നില്ല. കാരണം കൊലപാതകങ്ങൾക്ക് ശേഷം വീട്ടിലെ ഗ്യാസ് ഓൺ ചെയ്തിട്ടാണ് പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. കാരണം കൊല്ലുക, അതിനപ്പുറത്തേക്ക് മറ്റൊരു ലക്ഷ്യവും പ്രതിക്കുണ്ടായിരുന്നില്ല. എന്തായാലും നോക്കൂ, ഒരു നാട് മുഴുവൻ മരവിപ്പോടുകൂടി ആ കുട്ടിക്ക് യാത്ര അയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഇന്നലെ മുതൽ കേൾക്കുന്ന വിശ്വസിക്കാൻ കഴിയാത്ത അരുൺ കൊലയുടെ ആ വാർത്തകൾ, പക്ഷേ ഒരിറ്റ് കണ്ണുനീര് പോലും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത അലമുറയിട്ട് കരയേണ്ട ബന്ധുക്കൾ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ആ നാട് മരവിപ്പോടുകൂടി യാത്ര അയക്കുന്നു എന്ന് വേണം പറയാൻ. എല്ലാവരും വന്ന് അവസാനമായി ഒരു നോക്ക് കണ്ട് പോവുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഫർസാനയുടെ മൃതശരീരം ഖബറടക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഖബറടക്കം ഇവിടെയും നടക്കും എന്ന് കരുതുന്നു. 5 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിട്ടുകൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. നമുക്ക് മറ്റ് ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, ആരോഗ്യനില അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഷമി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു മരുന്നുകളോട്. ഒപ്പം തന്നെ പോലീസിനോടാണ് ആദ്യ മൊഴി നൽകിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു, ഡോക്ടറോടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന്. ഈ ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട 14 വയസ്സ് മാത്രം പ്രായമുള്ള ഇളയ കുട്ടിയെ ഉൾപ്പെടെ നഷ്ടപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ അവർ അറിഞ്ഞുപോലും ഉണ്ടാകില്ലായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നതാണ് ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അരുൺ മോഹൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഈ നാടിനെ ആകെ നടുക്കിയ ഈ കൊലപാതക പരമ്പരയുടെ സ്വന്തം മകൻ ചെയ്ത ഈ കൊടും ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങളൊന്നും തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് മാത്രമായിരിക്കും അവർക്ക് അറിയാവുന്നത്. പക്ഷേ അത് ഡോക്ടറോട് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ? അത് തന്നെയാണ് ആ അമ്മയ്ക്ക് ഉണ്ടായ വേദന മാത്രമേ അമ്മ ഇപ്പം മനസ്സിലാക്കുന്നുള്ളൂ. അമ്മയ്ക്കുണ്ടായിരുന്ന ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിവരം ആ അമ്മ അറിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നേരിയ ആശ്വാസം ഇപ്പോൾ ഈ ഗോകുലം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ പ്രതിയുടെ അമ്മ
ഷെമിക്ക് നേരിയ പുരോഗതി, ആരോഗ്യത്തിൽ നേരിയ പുരോഗതി ഉണ്ടെന്നുള്ളൊരു ആശ്വാസ വാർത്ത നമ്മൾ നേരത്തെ പങ്കുവച്ചത് തന്നെയാണ്. അമ്മ ഇപ്പോൾ ഡോക്ടറോട് ഉൾപ്പെടെ പ്രതികരിച്ചു തുടങ്ങിയിട്ട് കട്ടിൽ നിന്ന് വീണതാണ്, അങ്ങനെ പറ്റിയതാണ് എന്നാണ് പറഞ്ഞത്. കാരണം മകനും പറയുന്ന ബന്ധുക്കളൊക്കെയും നഷ്ടപ്പെട്ട വിവരം മകനെ മൃഗീയമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന 13കാരന്റെ മുഖം കാണാൻ കഴിയാത്ത തരത്തിൽ വികൃതമാക്കിയ അവസ്ഥയിലായിരുന്നു ആ നരാധവൻ ആ ബാലനെ കൊലപ്പെടുത്തിയതെന്നുള്ളത് നമുക്ക് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതുപോലും അതറിയാതെയാണ് അമ്മ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി തനിക്ക് പറ്റിയത് തനിക്ക് കട്ടിൽ നിന്ന് വീണതാണെന്നുള്ള മൊഴിയിൽ പക്ഷേ പറയുകയായിരുന്നു. ഇത് മുഖവിലക്കെടുക്കാത്തത് കാരണം മറ്റു വിവരങ്ങൾ ഈ അമ്മ അറിഞ്ഞില്ല എന്നുള്ളത് ഡോക്ടർമാർക്കും മറ്റു അവിടെയുള്ളവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് കാര്യമായി എടുക്കാത്തത്. ഈ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് അമ്മയുടെ മുഖത്ത് 13ഓളം അടി അമ്മയുടെ മുഖത്തും ഏറ്റിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഈ തലയോട്ടിയിൽ പൊട്ടലേറ്റിട്ടുണ്ട്. പക്ഷേ തലയോട്ടി മാറാത്ത കാരണം ഒരു സർജറിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നേരിയ പുരോഗതി അമ്മയ്ക്ക് സംഭവിക്കുന്നു എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ, ഈ ദുഃഖം തിളങ്ങിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഒരു പ്രതീക്ഷ മാത്രം നമുക്ക് ഇവിടെ പങ്കുവയ്ക്കാൻ രേണുക. അരുൺമോഹൻ, അല്പം ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അവസ്ഥ. പക്ഷേ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നത് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നു. ഈ പ്രതി പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട് എന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നത് ഒരുപക്ഷെ ഈ അമ്മയിൽ നിന്ന് മാത്രമാണ് അറിയാൻ കഴിയുക, യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കുറെ അധികം സമയം കാത്തിരിക്കേണ്ടി വരുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ഡോക്ടർമാർ പറയുന്നത്? തീർച്ചയായും രേണുക, ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം മരുന്നുകളോട് പ്രതികരിക്കുന്നു, വന്ന അവസ്ഥയിൽ നിന്ന് നേരിയ പുരോഗതി സംഭവിച്ചിരിക്കുന്നു. പ്രതികരിച്ചതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു വിവരം നമുക്ക് ലഭ്യമായതും. പക്ഷെ ഇനിയും ഏറെ പുരോഗമിക്കുന്നു. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖത്ത് മാരകമായ പരിക്കുകളാണ് ഈ അമ്മയ്ക്ക് കിട്ടിയത്, അല്ലെങ്കിൽ മകൻ സമ്മാനിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ദുരവസ്ഥയിൽ തന്നെയാണ് അമ്മ ഇപ്പോഴും കഴിയുന്നത്. നമുക്ക് എന്തായാലും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. ഏതായാലും വരും മണിക്കൂറുകൾ നമുക്ക് കൂടുതൽ അപ്ഡേഷൻസ് വന്ന് അമ്മയ്ക്ക് സുഖം പ്രാപിക്കുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഡോക്ടർമാരും വിലയിരുത്തുന്നത്. അതേസമയം ഇന്ന് ഈ ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയെ ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി മൊഴി രേഖപ്പെടുത്തി എന്നുള്ള വിവരവും മനസ്സിലാവുന്നു. കാരണം ഇയാൾ എലിവിഷം കഴിച്ചു എന്ന് പറയുമ്പോൾ ഏകദേശം 24 മണിക്കൂറോളം വേണം ഇതിനൊരു ഒരു വിഷത്തിന്റെ കാഠിന്യം എത്രത്തോളം ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന്റെ മറ്റു ഈ പറയുന്ന ഒരു ഡിസ്ചാർജ് അല്ലെങ്കിൽ പോലീസിന് കൈമാറുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയും. എന്തായാലും നാളെ കൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. പക്ഷേ അതിന് ആരോഗ്യ വൃത്തങ്ങളുടെ അനുമതി വേണം. ഇപ്പോൾ പ്രത്യേക നിരീക്ഷണ സ്ഥലത്താണ് ഇയാൾ കഴിയുന്നെങ്കിലും ആരോഗ്യ ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണത്തിലും സംരക്ഷണയിലുമാണ് ഇപ്പോൾ പ്രതി. ഒപ്പം പോലീസും ചുറ്റും ഉണ്ട് എന്ന് മാത്രം നമുക്ക് പറയാം. നാളെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെയും ഒപ്പം ഷെമിക്ക് സുഖം പ്രാപിച്ച് സംസാരിച്ചു തുടങ്ങുന്നതോടുകൂടിയും സംഭവത്തിന്റെ ചീളുകൾ അഴിഞ്ഞു തുടങ്ങുമെന്നാണ് രേണുക നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.